വെൽക്കം ടു ശ്രീലക്ഷ്മി സ്റ്റെനോ അക്കാഡമി. അടുത്തായി പഠിക്കാൻ പോകുന്ന ലെസൺ ഷൺ ഹുക്കാണ്. ഷൺ ഹുക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഹുക്കാണ്. നമ്മൾ ഇത്രയും ദിവസം മറ്റുള്ള ലെസണിൽ പഠിച്ചതെല്ലാം സ്മോൾ ഹുക്കാണ്, ചെറിയ ഹുക്കാണ് പഠിച്ചത്. ഇനിഷ്യലായിട്ട് 2 ചെറിയ ഹുക്ക്, ഫൈനലായിട്ട് 2 ചെറിയ ഹുക്ക്, ഇത്രയാണ് പഠിച്ചിട്ടുള്ളത്. ഇനി വരുന്നത് വലിയ ഹുക്കാണ്. ഇതിനെ ഷൺ ഹുക്ക് എന്നാണ് പറയുന്നത്. ദ ടെർമിനേഷൻ ഷൺ variously spelt TION, SION, CIAN, TIAN, SIAN. അതായത് ഷൺ എന്നുള്ള പ്രൊനൗൺസിയേഷനാണ്. സ്പെല്ലിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ TIAN, SION, CIAN, TIAN, SIAN എങ്ങനെ സ്പെല്ലിങ് വന്നാലും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഷൺ എന്നായിരിക്കും. ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ലാർജ് ഹുക്ക്. സർക്കിൾസ് മേ ബി ആഡഡ്. അങ്ങനെ ഷൺ എന്നുള്ളൊരു സൗണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ ഹുക്കിനെയാണ് ഷൺ ഹുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സർക്കിൾസ് വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോഷൻ. നോഷൻ എന്ന് പറയുമ്പോൾ എന് വലിയ ഹുക്ക്. നോഷൻ. നോഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നിൻ്റെ കൂടെ ഷൺ ഹുക്ക്, പിന്നെ ഒരു സർക്കിൾ നോഷൻസ്. കോഷൻ വരുമ്പം കെ ഷൺ ഹുക്ക്, കോഷൻസ് കെ ഷൺ ഹുക്ക് സർക്കിൾ. ഷൺ ഹുക്ക് ഈസ് റിട്ടൺ ഇൻസൈഡ് കർവ്. കർവ്ഡ് സ്ട്രോക്ക് വരുമ്പോഴത്തേക്കും അത് ഇൻസൈഡിലാണ് വരുന്നത്. കർവിൻ്റെ ഇൻസൈഡിലാണ് ഷൺ ഹുക്ക് വരുന്നത്. അപ്പോൾ ഫാഷൻ എഫ് ഷൺ ഹുക്ക്, ഫാഷൻസ് എന്ന് വരുമ്പോഴത്തേക്ക് എഫ് ഷൺ ഹുക്ക്, അതിനകത്തൊരു ചെറിയ സർക്കിൾ. പിന്നെ നേഷൻ എൻ ഷൺ ഹുക്ക്, നേഷൻസ് എൻ ഷൺ ഹുക്ക് സർക്കിൾ. അടുത്തത് വെൻ added to straight stroke with an initial attachment, the hook is written on the side opposite to the initial attachment. ഇനി സ്ട്രെയിറ്റ് സ്ട്രോക്ക് വരുമ്പോഴത്തേക്കുള്ള കാര്യമാണ്. സ്ട്രെയിറ്റ് സ്ട്രോക്ക് വരുമ്പോഴത്തേക്കും അതിന് ഇനിഷ്യൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇനിഷ്യൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം ഷൺ ഹുക്ക് എഴുതാനായിട്ട്. അപ്പം സൈറ്റേഷൻ എന്ന് പറയുമ്പോൾ സർക്കിൾ വരികയാണ്. സർക്കിൾ ടി എഴുതിയിട്ട് ആ സർക്കിളിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഷൺ ഹുക്ക് ഇടണം. അതുപോലെ സെക്ഷൻ സർക്കിൾ കെ ഷൺ താഴോട്ട്, ഒപ്രഷൻ പെർ ഷണ്ണ്, ഗ്രഷൻ ഗർ ഷണ്ണ്. അടുത്ത ഷൺ ഹുക്ക് ഈസ് റിട്ടൺ വിത്ത് ദ റൈറ്റ് മോഷൻ ആഫ്റ്റർ ദ ഫോം എഫ് കെ. ഇപ്പോൾ എഫ് കെ എന്ന് പറയുന്ന ഫോമിൻ്റെ റൈറ്റ് മോഷനിലെ ഷൺ ഹുക്ക് വരത്തുള്ളൂ. എന്ന് പറയുമ്പോൾ താഴോട്ട്. ലെഫ്റ്റ് മോഷനിൽ എൽ കെ എന്ന് പറഞ്ഞ ഫോമിൻ്റെ ലെഫ്റ്റ് മോഷനിലും, ഈ 2 ഫോമിൻ്റെയും 2 ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ എഫ് കെ എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് മോഷൻ എന്ന് പറയുമ്പോൾ താഴോട്ടാണ്. അപ്പോൾ അഫക്ഷൻ എന്ന് പറയുമ്പോൾ എഫ് കെ ഷൺ താഴോട്ട്. അതേപോലെ ഒക്കേഷൻ എന്ന് പറയുമ്പം വി കെ ഷൺ താഴോട്ടാണ്. സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സർക്കിള് കെ പിന്നെ ഷണ്ണ് മുകളിലോട്ട് വരണം. അപ്പോൾ എൽ കെ എന്നുള്ള ഫോമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സെലക്ഷൻ വരുമ്പോഴത്തേക്ക് ഷണ്ണ് മുകളിലോട്ട് വരണം. സെലക്ഷൻസ് എന്ന് പറയുമ്പം ഈ ഷണ്ണിനകത്ത് ഒരു സർക്കിളും കൂടെ കൊടുക്കണം. അപ്പോൾ ഷൺ ഹുക്ക് എന്ന് പറയുന്നത് 2 പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണ് ഇത്രയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.